ഇനി ED റെയ്ഡിന്റെ തുടർവാർത്തകളിലേക്കാണ്. CMRL എക്സാലോജിക് കേസിൽ കോഴിക്കോടടക്കം 8 വ്യാപക റെയ്ഡാണ് ഇപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായ നന്ദുലാലിന്റെ ഈസ്റ്റ് ഹില്ലിലെ വീട്ടിലും ED ഇപ്പോൾ പരിശോധന നടത്തുന്നു. AK അഭിലാഷ് തത്സമയം ചേരുന്നു. AK അഭിലാഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിലിന്റെ വീട്ടിൽ, ഒപ്പം നന്ദുലാലിന്റെ വീട്ടിലടക്കം 8 ED റെയ്ഡ് നടത്തുന്നത്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ? എപ്പോഴാണ് റെയ്ഡ് ആരംഭിച്ചത്? ഈ റെയ്ഡിന്റെ പശ്ചാത്തലം എന്താണ്? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് പുലർച്ചെ 6:30 കൂടിയാണ് ED സംഘം നന്ദുലാലിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈസ്റ്റ് ഹില്ലിലാണ് നന്ദുലാലിന്റെ വീട്. അവിടെയാണ് ഇപ്പോൾ കേന്ദ്രസേനയുടെ സഹകരണത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷയോട് കൂടി തന്നെ വ്യാപകമായ പരിശോധന നടത്തുന്നത്. കോഴിക്കോട് നഗരത്തിൽ മാത്രം 4 സ്ഥലങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത്. ഇതിൽ പ്രധാനമായും മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ്. കാരണം നേരത്തെ ഒരു ഡയറി വീണയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഡയറിയിലെ പേരുകൾ സൂചിപ്പിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ED സംഘം അന്വേഷണവുമായി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്തത്. ഏതായാലും നന്ദുലാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ കോഴിക്കോട് മേയറായിരുന്ന രാജഗോപാലിന്റെ സഹോദരി പുത്രൻ കൂടിയാണ്. അത്തരത്തിൽ ഒരു പാർട്ടി ബന്ധമുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. വ്യാപകമായ അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. കാരണം CPMന്റെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നത്. പ്രധാനമായും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്കാണ് അന്വേഷണം എത്തുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് രാവിലെ 6:30 കൂടിയാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തത്. മാസപ്പടി കേസിൽ പ്രതികളായവർക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ അവസാനഘട്ട പരിശോധനകളിലേക്കാണ് ED സംഘം കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയത്ത് പോലീസിനെയൊന്നും ഈ ഘട്ടത്തിൽ പോലും അറിയിച്ചിരുന്നില്ല എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ കോട്ടൂളിയിലൊക്കെ പരിശോധന നടത്തുന്ന സമയത്ത് വലിയ തരത്തിൽ പ്രതിരോധം പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധങ്ങൾ കാണുന്നില്ല എന്നതും വസ്തുതയാണ്. ഏതായാലും സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തത്. രാവിലെ 6:30 കൂടിയാണ് ഈ പരിശോധന നടക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ 4 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. വ്യാപകമായ പരിശോധന, ഓരോ ഫയലുകളും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറിയിൽ നിന്ന് ലഭിച്ച പേരുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അരുൺ, അഭിലാഷാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈസ്റ്റ് ഹില്ലിലുള്ള വീട്ടിലുള്ള പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നന്ദലാലിന്റെ വീട്ടിലും നിഖിലിന്റെ വീട്ടിലും പരിശോധനയുണ്ട്. നന്ദലാലിന്റെ വീട്ടിലും നിഖിലിന്റെ ഫ്ളാറ്റിലുമാണ് പരിശോധന നടക്കുന്നത്. CPM നേതാവ് P നിഖിലിന്റെ ഫ്ളാറ്റ് ഒരു സ്ഥലത്ത് കാണാം. മറ്റൊരു സ്ഥലത്ത് CPM നേതാവ് നന്ദുലാലിന്റെ വീടും പ്രേക്ഷകർക്ക്, നന്ദുലാലിന്റെയും നിഖിലിന്റെയും വീടുകളിലാണ് റെയ്ഡ് നടക്കുക. പുലർച്ചെ ആരംഭിച്ച റെയ്ഡാണ് ഇപ്പോഴും തുടരുന്നുണ്ട്. നമുക്കൊപ്പം ശരത്തിനെ കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യണം. ശരത്ത് ഇപ്പോൾ ഉള്ളത് നിഖിലിന്റെ ഫ്ളാറ്റിന് മുന്നിലാണ്. അപ്പോൾ അഭിലാഷ്, വീണ ടിയുടെ കയ്യിൽ നിന്നും കണ്ടെടുത്ത ഡയറിയിൽ ഇവരുടെ പേര് വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ്. നേരത്തെ ലേക്കർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ വീണ കുറച്ചു കാലം ജോലി എടുത്തിരുന്നു. ആ സ്ഥാപനത്തിലും റെയ്ഡ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2ാം ഘട്ട റെയ്ഡിന് വരുന്നത് വീണയുടെ ഭാഗത്തു നിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ്. 2,78,00,000 രൂപ. അത് ഇതുവരെയും കണ്ടെത്താൻ EDക്ക് സാധിച്ചിട്ടില്ല. ആ പണം എങ്ങോട്ട് പോയി എന്നുള്ളതിന് EDയുടെ മുന്നിൽ ഒരു വഴിയുമില്ല. ആകെ 16 ലക്ഷം രൂപയാണ് നിലവിൽ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ബാക്കി പണത്തെക്കുറിച്ച് കാര്യമായ ധാരണയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പണം ഇവരുടെയൊക്കെ കൈകളിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ 8 ഇപ്പോൾ ED റെയ്ഡ് നടത്തുന്നത്? അഭിലാഷ്, തീർച്ചയായിട്ടും ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘമുള്ളത്. ആ പണത്തിന്റെ ഉറവിടം അതെങ്ങോട്ട് പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ നമുക്കറിയാം, ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതൊരു കടലാസ് കമ്പനിയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതും കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു പരിശോധന, കോഴിക്കോട്ട് വ്യാപകമായ ഒരു പരിശോധന എന്ന് പറയാവുന്ന തരത്തിൽ 4 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്തത്. ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡയറിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന വ്യാപകമാക്കുന്നത്. അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന പേരുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം പലയിടങ്ങളിലായി എത്തുമ്പോൾ CPMുമായിട്ട് ബന്ധമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരിലേക്ക് കൂടി അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തുന്നത്. നേരത്തെ തന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ തനിക്ക് പേടിക്കാനൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ പോലും റിയാസിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നാണ് ഇന്നത്തെ ഒരു പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം
റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് നിഖിലും അതോടൊപ്പം തന്നെ നന്ദുല അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള അന്വേഷണം നടക്കുമ്പോൾ ഡിഡിക്ക് കുറെ കൂടി എന്തെങ്കിലും കാര്യങ്ങൾ സൂചനയുണ്ടോ, അതോടൊപ്പം തന്നെ പണം മറ്റെവിടേക്കെങ്കിലും മാറ്റിയോ എന്നടക്കമുള്ള സംശയങ്ങളുണ്ട്. അതിലൊരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നതെന്നാണ് അറിയുന്നത്. ഏതായാലും 4 മണിക്കൂറിലേക്ക് കടക്കുകയാണ് പരിശോധന. രാവിലെ 6:30 കൂടിയാണ് ED സംഘം ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ പരിശോധന നടത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന പോലീസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയോ വിവരം അറിയിച്ചിരുന്നില്ല എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ എവിടെയാണ് പരിശോധന നടത്തുന്നത് എന്നുള്ള കാര്യം പോലും അവർക്ക് അറിയില്ലായിരുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പോലും വിവരം ലഭിക്കുന്നത്. ഏതായാലും ശക്തമായ സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുകയും ചെയ്യുന്നത്. ശരത്തിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ശരത്ത്, നിഖിലിന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയായോ? അരുൺകുമാർ, നിലവിൽ നിഖിലിന്റെ വീട്ടിലും ഒപ്പം ഫ്ളാറ്റിലുമായിട്ടാണ് ഇപ്പോൾ റെയ്ഡ് നടന്നിട്ടുള്ളത്. അതായത് അശോകപുരത്തെ കോസ്മോസ് എന്ന ഫ്ളാറ്റിലും ഒപ്പം തൊട്ട് സമീപത്തുള്ള ഫറൂഖിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലുമായിട്ടാണ് റെയ്ഡ് നടന്നിട്ടുള്ളത്. ഇവിടങ്ങളിലെ റെയ്ഡ് നടപടികൾ പൂർത്തീകരിച്ച് ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ വീണ്ടും വരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. 6 മണിക്കാണ് ഈ ED ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. 6 മണിക്ക് തന്നെ ഈ റെയ്ഡ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഫ്ളാറ്റിൽ ആ സമയത്ത് ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായ നിഖിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഉദ്യോഗസ്ഥർ തന്നെ റെയ്ഡ് നടപടികൾ പൂർത്തീകരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ തന്നെ 5 റെയ്ഡ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് അശോകപുരത്തെ നിഖിലിന്റെ ഫ്ളാറ്റിലും ഒപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലും ഇതിനു പുറമെ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിന് സമീപത്തുള്ള മറ്റൊരാളുടെ വീട്ടിലും, അങ്ങനെ ഈ ഡയറിയിൽ നിന്ന് ലഭിച്ച പേരുകൾ അടിസ്ഥാനപ്പെടുത്തി കോഴിക്കോട് 5 റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് ED ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയുന്നത്. എന്തായാലും മറ്റിടങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ ED റെയ്ഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ശരനാണ്. കൊച്ചിയിൽ നിന്നും EDയുടെ റെയ്ഡ് 8 ഇടങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ 8 ഇടങ്ങൾ എന്ന് പറയുന്നത് വീണ തേക്കണ്ടി നേരത്തെ കൊടുത്തിരുന്ന അല്ലെങ്കിൽ വീണ തേക്കണ്ടിയിൽ നിന്ന് കണ്ടെടുത്തിരുന്ന ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന പേരുകളുള്ള ഇടങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ഈ 2 കോടി രൂപ എവിടെ നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ആലോചനയിലാണ്. കാരണം അത് കണ്ടുകെട്ടാമെന്നല്ലാതെ മറ്റൊന്നും ഇനി EDക്ക് ഈ വിഷയത്തിൽ ചെയ്യാനില്ല. കാരണം SFIO ആണ് കമ്പനിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുന്നത്. പക്ഷേ പണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ പണം സ്വാഭാവികമായും കമ്പനിയുടെ കാര്യത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നതായിരിക്കാം ഒരുപക്ഷെ വീണ തേക്കണ്ടി നൽകിയിരിക്കുന്ന മറുപടി. എന്തായാലും വീണ തേക്കണ്ടിയുമായി ബന്ധപ്പെട്ടവരിലേക്കും ED ഒരു അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ്. കാര്യമായിട്ട് എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ലഭ്യമല്ല.